ഹായ് ഹലോ നമസ്കാരം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡ്രാഗനെ കുറിച്ചാണ്. ഡ്രാഗൻ എന്ന് പറഞ്ഞൊരു പുതിയ പടത്തിന്റെ ട്രെയിലർ എത്തിയിട്ടുണ്ട്. ഇതിന്റെ സംവിധാനം അശ്വന്ത് മാരിമുത്തുവാണ്. എഴുത്തും സംവിധാനവും അശ്വന്ത് മാരിമുത്തുവാണ്. ഇതിലെ നായകൻ ആരാന്നറിയാമോ? അതൊരു സംഭവമാണ്. അതിനു മുമ്പ് നമുക്ക് ട്രെയിലർ ഒന്ന് കാണാം. ஆக்சுவலி எனக்கு பேட் பாய்ஸ் ரொம்ப பிடிக்கும். ஏன்னா அந்த மாதிரி ஒரு பாய் ஃப்ரெண்ட் காலேஜ் போகும்போது தான் ரொம்ப கெத்தா இருக்கும்ல. It's irresponsible, atrocious, reckless nuisance boy of 2018 batch. இந்த இன்ஜினியரிங் ஹிஸ்டரியிலே 48 பேப்பர் அரியர் வச்சவன் എവനുമേ ഇല്ലല്ലേ. ഇതിലെ ലുക്ക് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നണമെന്ന് അറിയാം? ഈ നായകന്റെ ധനുഷിന്റെ ഒരു സ്റ്റൈല് തോന്നണം നമുക്ക്. ധനുഷിന്റെ ആ നടപ്പും ആ ഉള്ള ഒരു വരവൊക്കെ കാണുമ്പോൾ ധനുഷിനെ നമുക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നുന്നു. ധനുഷ് ആദ്യമൊക്കെ അഭിനയിച്ച സമയത്ത് അതേപോലെ അല്ലായിരുന്നു. അപ്പൊ ഈ നായകനാരാന്നറിയാമോ? ഇത് പ്രദീപ് രംഗനാഥനാണെന്ന്. PR പ്രദീപ് രംഗനാഥൻ ലവ് ടുഡേയിൽ നായകനായിട്ട് വന്ന മികച്ച താരമുണ്ട് ഇത്. അപ്പൊ നമുക്ക് ബാക്കി കാണാം. சரி முத ஆளா நானே இருந்துட்டு போறேன். என்ன சைட் அடிக்கறியா? அடிக்கலன்னு சொன்னா பச்சை போய் இந்த ட்ரெஸ்ல நீ ரொம்ப அழகா இருக்க. நீ எவ்வளவு லவ் பண்றன்றத உன் கிஸ்ல காட்டு. இந்த மாதிரி ஓவரா ஆட்டம் போட்டீங்கன்னா காலேஜுக்குள்ள உங்க லைஃப் ரொம்ப கெத்தா இருக்கும். ஆனா இந்த காம்பவுண்ட் தாண்டா ஒரு நாய் கூட உங்களை மதிக்காது. எங்ககிட்ட இருந்து காசு வாங்கி அதை வீட்டுல சம்பளம்னு கொடுக்குறியே, உனக்கு வெக்க மயிரே இல்லையாடா? அவன் நம்ம கிடைச்ச வரம்மா, எப்படியாவது அந்த 10 லட்சத்தை நாம விரட்டி கொடுக்கணும். நான் லவ்வரை தான் பார்க்க முடியும், லைஃப் பார்ட்னரை பார்க்க முடியாது. ஏன்னா நீ ஒரு ஃபெயிலியர் ஆகவே. விடுமாச்சா, நான் வாழாண்டா எப்பயோ கழட்டி விட்டுருப்பேன். இந்த மாதிரி உங்களை நீங்களே அழிச்சுக்காம லைஃப்ல சக்சஸ்ஃபுல் ஆகிற வழியை பாருங்க. எனக்கு இப்போ 48 பேப்பர் முடிக்கிறதுக்கு இன்ட்ரெஸ்ட் டைமும் இல்லை. எனக்கு இப்போ உடனே சக்ஸஸ்ஃபுல்லாக இதுக்கு ஒரு வழி இருக்குப்பா. என்ன சார்? பட் எனக்கு அது தப்பா ஃபீல் ஆகுது. தப்பு தாண்டா. ஆனா ஒரு தப்பு பண்றதுனால லைஃபே மாறுது. அந்த தப்பு பண்றது தப்பே இல்லை. என்னடாச்சு? அது உங்களுக்கு சொன்னா புரியாது சார். ஏன் அன்பு, இந்த நல்லா படிச்சா நல்ல பையனா இருந்தா பொண்ணுங்களுக்கெல்லாம் பிடிக்கும்னு சொன்னாங்கல்ல, அதெல்லாம் പച്ച പൊയ്യില്ല. കിടിലൻ ഒരു ഉത്സവ മൂഡിലുള്ള ചിത്രം. എന്തായാലും ഈ ട്രെയിലർ കാണുമ്പോൾ എന്തായാലും നമുക്ക് ഈ പടം കാണുന്നൊരു ആഗ്രഹം തോന്നണല്ലേ. കാരണം അടിപൊളിയാണ്. കാരണം റൊമാൻറ്റിക്കും അതുപോലെ തന്നെ കുടുംബത്തിലുള്ള പശ്ചാത്തലത്തിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന മറ്റുള്ളവരെല്ലാം നമ്മളുടെ ജീവിതത്തിലെല്ലാമാണെന്ന് വിചാരിക്കുകയും പക്ഷെ ഒന്നല്ലാതെ പോവുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്ന കുറ്റപ്പെടുത്തലുകളിൽ കൂടി ഇങ്ങനെ കൂടിക്കുഴഞ്ഞു പോകുന്നൊരു ജീവിതം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ, ഇതിൽ ആ അച്ഛൻ ഈ മകന് വേണ്ടിയിട്ട്, കോളേജിൽ പഠിക്കുന്ന മകന് വേണ്ടിയിട്ട് ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുന്നു. അതായത് അമിതമായ സ്നേഹം മക്കളോട് പുലർത്തുന്ന മാതാപിതാക്കളുടെ ഒരു രീതിയും കൂടി ഈ ചിത്രത്തിലൂടെ പറയുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിരിക്കും. ഈ പ്രദീപ് രംഗനാഥന്റെ സ്റ്റൈല് കാണുമ്പോൾ എനിക്ക് ധനുഷിനെയാണ് ഓർമ്മ വരുന്നത്. ധനുഷിന്റെ അതേ സ്റ്റൈല് തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതേപോലെ തന്നെ കയാതു ലോഹറും അനുപമയും നായികമാരായിട്ട് വരുന്നത്. എന്തല്ലേ അനുപമയുടെ ഒക്കെ ഒരു വെച്ചടിയുള്ളൊരു കയറ്റം കണ്ടില്ലേ. പിന്നെ ഇതിൽ JD കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മ്യൂസിക് ലിയോൺ ജെയിംസ് ആണ്. അടിപൊളിയാണ്, സംഭവം സൂപ്പറാണ്. അപ്പം എന്തായാലും ഈ പടം എന്തായാലും മികച്ച ഒരു കളക്ഷൻ തന്നെ നേടും. അടിപൊളിയാവട്ടെ ഡ്രാഗൻ. അപ്പം എല്ലാവർക്കും ഓക്കെ, ടാറ്റ, ബൈ ബൈ.